ഇന്ന് ഡിസംബർ 8 മാതാവിന്റെ അമലോത്ഭവ തിരുനാൾ സഭ ആചരിക്കുന്നു. വിശ്വാസികളുടെ പിതാവായി അബ്രഹത്തെ പരിഗണിക്കുന്നത് പോലെ വിശ്വാസികളുടെ മാതാവായി പരിശുദ്ധ മറിയത്തെയും സഭ കാണുന്നു. ഒരേ സമയം കന്യകയും മാതാവുമായ മറിയം സഭയുടെ പ്രതീകവും സഭയുടെ അത്യുത്തമ സാക്ഷാത്കാരവുമാണ്. സഭയുടെ അംഗങ്ങളായ നാം ഓരോരുത്തരും എത്തിച്ചേരേണ്ട അത്യുന്നത പടിയിലേക്കാണ് പരിശുദ്ധ മറിയം എത്തിയിരിക്കുന്നത്. വിശുദ്ധ ഇരണേവൂസ് ഇപ്രകാരം പറയുന്നുണ്ട്: സ്വന്തം അനുസരണം മൂലം മറിയം തനിക്കും മനുഷ്യവംശം മുഴുവനും രക്ഷാകാരണമായി തീർന്നു. അതുകൊണ്ടാണ് ഹവ്വായോട് ഉപമിച്ചുകൊണ്ട് സഭാപിതാക്കന്മാർ അവളെ ജീവിക്കുന്നവരുടെ മാതാവ് എന്ന് പറയുന്നത്. പൗരസ്ത്യ സഭാപിതാക്കന്മാർ മറിയത്തെ സർവവിശുദ്ധ എന്നാണ് വിളിക്കുന്നത്. കൂടാതെ പാപസ്പർശമേൽക്കാത്തവൾ, പരിശുദ്ധാത്മാവിനാൽ പ്രത്യേകം രൂപപ്പെടുത്തിയ നൂതന സൃഷ്ടി എന്നൊക്കെ മറിയത്തെ വിളിക്കുന്നുമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 3:15 രക്ഷകന്റെ വാഗ്ദാനത്തിലെ ആദിമ സുവിശേഷം എന്ന് വിളിക്കപ്പെടുന്ന ആദ്യ വിവരണ ഭാഗത്തിൽ സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ദൈവം സ്ത്രീയിൽ നിന്ന് ജാതനാകുന്ന രക്ഷകനെ വാഗ്ദാനം ചെയ്യുന്നത്. ഈ സ്ത്രീയെ ഉൽപ്പത്തി പുസ്തകം മുതൽ സുവിശേഷങ്ങളിലൂടെ കടന്നുപോയി വെളിപാട് പുസ്തകത്തിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സ്ത്രീ സഭയുടെയും ഒപ്പം പരിശുദ്ധ മറിയത്തിന്റെയും പ്രതീകമാണ്. ആദ്യ മാതാപിതാക്കന്മാർ ദൈവത്തെ അനുസരിക്കാതെ പാപത്തിൽ നിബന്ധിച്ചപ്പോൾ വെറും ബാലികയായ പരിശുദ്ധ മറിയം ദൈവത്തെ പരിപൂർണമായി അനുസരിക്കുകയും കീഴ്വഴങ്ങുകയും ചെയ്തു. എലിസബത്തിന്റെ ഉദരത്തിൽ കിടന്ന യോഹന്നാൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞതുപോലെ ദൈവത്തിന് മാത്രം സാധ്യമാകുന്ന വിധത്തിൽ പാപത്തിന്റെ എല്ലാ ലാഞ്ചനകളിൽ നിന്നും മറിയത്തെ ദൈവം കാത്തുരക്ഷിക്കുന്നു. ദൈവത്തിന്റെ പ്രത്യേകമായ കൃപയാൽ തന്റെ ഭൗതിക ജീവിതകാലത്ത് യാതൊരു പാപവും ചെയ്യാതിരിക്കാൻ അവൾക്ക് സാധിച്ചു. അതാണ് മറിയത്തിന്റെ മഹത്വം. അത് മനസ്സിലാക്കാതെ പരിശുദ്ധ മറിയത്തെ തള്ളിപ്പറയുന്ന അനേകരുണ്ട്. അവർക്ക് വേണ്ടി ഒരു ജപമാല ചൊല്ലി നമുക്കിന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം.